വളരെ വേദനയോടുകൂടിയാണ് ഈ എഴുത്തെഴുതുന്നത്. ഒരാൾ ഏറെ നാളത്തെ ആഗ്രഹത്തോടു കൂടി ഒരു വീട് വെച്ചു. ശരി. അധികം വൈകാതെ അയാൾ മരണപ്പെട്ടു. ശരി. ആശുപത്രിയിൽ പോകുന്ന വഴിയിൽ മരണപ്പെട്ടതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരമായതുകൊണ്ട് വീടിന്റെ അകത്ത് കിടത്തിയില്ല. വളരെ കഷ്ടപ്പെട്ട അയാൾ എടുത്ത വീട്ടിൽ അവസാന നിമിഷത്തിൽ വീടിന്റെ അകത്ത് മരിച്ച ശരീരം കിടത്തിയാൽ വല്ല ദോഷവുമുണ്ടോ? സാധാരണ മരണമാണെങ്കിൽ അകത്ത് കിടത്താറുണ്ട്. വീട്ടുകാർക്ക് ആഗ്രഹമുണ്ടായിട്ടും നാട്ടു നടപ്പെന്ന് പറഞ്ഞ് അകത്ത് കിടത്തിയില്ല. സ്വാമിജിയുടെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോ എന്താ ഇതിൽ അഭിപ്രായം പറയുക? അയാളുടെ ശവശരീരം ജീർണിക്കുകയോ അഥവാ പകർച്ചവ്യാധികൾ പ്രസരിപ്പിക്കുന്നതോ ആണ് എന്നതിനാൽ ബാഹ്യമായിരിക്കുന്ന അന്തരീക്ഷത്തിലോ ഗൃഹത്തിലോ കൊണ്ടുപോയി പ്രദർശിപ്പിക്കരുത്, വെക്കരുത് എന്ന് നിയമമോ മറ്റോ ഉണ്ടോ എങ്കിൽ അത് അനുസരിക്കണം. ഇപ്പൊ ചെറിയൊരു ഉദാഹരണത്തിന്, സമീപകാലത്ത് തന്നെ നമ്മുടെ കോവിഡ് വ്യാപനം വന്ന സമയത്ത് മരണപ്പെട്ടവരുടെ ശരീരങ്ങളൊന്നും വീട്ടിലേക്ക് എന്നല്ല ഒരിടത്തേക്കും കൊണ്ടുവന്നിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ പകർച്ച പ്രതിരോധിക്കാനുള്ള നടപടികളെ ചെയ്തുകൊണ്ടാണ് അവയുടെ സംസ്കരണം നടന്നത്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ എന്ന് ഇവിടെ പരിശോധിക്കണം. ഇല്ല എങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ളത് കൊണ്ട് വീട്ടിലേക്ക് ശവശരീരം കൊണ്ടുവരരുത് എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല. മരണം സംഭവിച്ച ഒരു ശരീരത്തിൽ എന്തെങ്കിലും തരത്തിൽപ്പെട്ട സംശയങ്ങൾ ശേഷിച്ചാലോ അഥവാ ഭാവിയിൽ സംശയം ഉന്നയിക്കപ്പെടാതിരിക്കാനോ ആണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. സ്വാഭാവിക മരണമെന്ന് ഒരു ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ പോസ്റ്റ്മോർട്ടത്തിന്റെ ആവശ്യമില്ല. അല്ലാത്തടത്ത് പോസ്റ്റ്മോർട്ടം വേണ്ടി വരും. മരണകാരണം എന്ത് എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് കൊണ്ടാണല്ലോ പലപ്പോഴും പല കുറ്റകൃത്യങ്ങളും തെളിയിക്കപ്പെടുന്നതും. തീർച്ചയായിട്ടും വേണ്ടി വരും. നമ്മുടെ വൈദ്യശാസ്ത്രത്തിൽ തന്നെ വളരെ വിപുലമായൊരു ശാസ്ത്രശാഖയാണ് ഫോറൻസിക് സയൻസ് എന്നുള്ളത്. ആവശ്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിശേഷത ഈ ശരീരത്തിന് സംഭവിക്കുന്നില്ല. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്താൽ ആദ്യം ഉള്ളതുപോലെയൊക്കെ തുന്നിക്കൂട്ടി തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരം വീട്ടിൽ കയറ്റരുത് എന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത ശരീരം വീട്ടിൽ കയറ്റരുത് എന്ന് വരും. അതിനേക്കാൾ ഭംഗിയായിട്ടാണ് ഇവർ പാക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് നല്ല കൂട്ടപ്പനാക്കിയിട്ടാണ് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്തൊരു ചന്തായിട്ടാ പാക്ക് ചെയ്യുക. അത് പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന എന്താ കുഴപ്പം? നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരരുത്. ഇത് നമുക്കിതിൽ കവിഞ്ഞ അഭിപ്രായം പറയാൻ പറ്റില്ല. ഏതായാലും അയാൾ വളരെ കഷ്ടപ്പെട്ട് വീട് വെച്ചു. അത് കുറച്ചു കാലം താമസിച്ചല്ലോ, അത് മതി. കുറച്ചു കാലം താമസിച്ചു. ഇത്രയൊക്കെ അവിടെ പ്രാരബ്ധ അനുസരിച്ച് വകുപ്പുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അയാൾ പോയി. ചിലപ്പോൾ ഒരു ദിവസം പോലും താമസിക്കാൻ പറ്റില്ല. വീട് വെച്ച് വളരെ കഷ്ടപ്പെട്ട് വളരെ കാലത്തെ അധ്വാനത്തിന്റെ ഫലമായി വീട് വെച്ചിട്ട് ഗൃഹപ്രവേശത്തിന്റെ അന്ന് ഗൃഹപ്രവേശത്തിന് മുമ്പ് മരിച്ചു. അങ്ങനെ ധാരാളം പേരുണ്ട്. അതിലിപ്പോ വേറൊരാൾ സങ്കടപ്പെട്ടിട്ട് പ്രയോജനമൊന്നുമില്ല. അയാൾ പോയി, അധികം കഷ്ടപ്പെടാണ്ട് പോയി എന്ന് സമാധാനിക്കുക, അത്രേ വഹിക്കൂ. അല്ലാതെ അതിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. ശരി.